10 കിലോ ഭാരം കുറച്ചല്ലോ. ശരീരഭാരം കുറച്ചതൊക്കെ ഈ സ്ഥലത്ത് അതെ, നടക്കുകയും ഞാനേ ആ ഓടുകയൊക്കെ ചെയ്തിട്ടാണ്. സമയത്ത് ജോഫിൻ സാറ് പറഞ്ഞൊരു ആ സമയത്ത് ഇങ്ങനെ നമ്മളെ കണ്ടു കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞു ഒരു ശരിക്കും ബോഡി വെയിറ്റ് കുറയ്ക്കണം എങ്കിലേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് ബോഡി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് നമുക്ക് ഈ ചിറയുടെ ചുറ്റും ഉണ്ടല്ലോ, ഈ ചിറയുടെ ചുറ്റും ഏകദേശം ഒരു 4 കിലോമീറ്റർ 3-3.5 കിലോമീറ്റർ എന്തായാലും കാണുമെന്ന് തോന്നുന്നു. അത് രാവിലെ വന്നിട്ടൊരു 3 ട്രിപ്പ് നടക്കും ഇതിലെ നടക്കും. പിന്നെ ഇത് ഇവിടെയൊക്കെ വന്നിട്ട് ബാക്കിയുള്ള എക്സസൈസ് കാര്യങ്ങൾ ഇതിലേക്കാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ രാവിലെയും വൈകുന്നേരം നമ്മളിത് തന്നെ ഫുഡ് ആണെങ്കിൽ വളരെ കുറച്ച് ഫുഡൊക്കെ കഴിക്കുള്ളൂ. എന്തായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത് ആ സമയത്ത്? നമ്മൾ ഈ മുസ്ലി എന്നൊക്കെ പറഞ്ഞ സാധനങ്ങളില്ലേ, മുസ്ലി, അത് പിന്നെ അതുപോലെ എന്തെങ്കിലും ഫ്രൂട്ട്സ് സാധനങ്ങൾ വളരെ കുറച്ച് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നുള്ളൂ. അതൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, നേരത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. ഡോക്ടറെ പോയി കണ്ട അവരുടെ ഒരു ഇതും കൊണ്ടാണ് ഞാൻ കഴിച്ചത്. ഇതെല്ലാം കഴിച്ച് ന്യൂട്രീഷന്റെ സഹായം തേടി. അതെ, അങ്ങനെ കഴിച്ച് പിന്നെ പിടിന്ന് തന്നെ ബോഡി വെയിറ്റ് തന്നെ കുറഞ്ഞു വന്നു. കാരണം ഞാൻ കൂടുതൽ നടപ്പ് ഓട്ടമൊക്കെ ആയിരുന്നു, അതുകൊണ്ടാണ് കൂടുതലായിട്ടും കുറഞ്ഞത്. പിന്നെ എൻ്റെ ഒരു ബോഡിക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പിടിന്ന് വണ്ണം വെക്കുകയും ചെയ്യും, പിടിന്ന് അത് കുറയുകയും ചെയ്യും. അതൊരു വലിയ അതെ. ഇപ്പോഴും ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടോ? ചെറുതായിട്ട് ഇത് എങ്ങനെ ഫോളോ ചെയ്താലും ഇതൊക്കെ കാണുമ്പോൾ തിന്നായിരിക്കാൻ പറ്റുമോ? എനിക്കും മമ്മൂക്ക ഫുഡൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണല്ലോ. അതുപോലെ തന്നെ മമ്മൂക്കയായിട്ട് അഭിനയിക്കുകയൊക്കെ ചെയ്യുമ്പോഴേ ആ ഒരു ഫിസിക്ക് തന്നെ നല്ല. അതെ, അദ്ദേഹത്തിന്റെ ശരീരം എന്നൊക്കെ പറയും നമ്മൾ കാണുന്നതാണല്ലോ. അപ്പൊ അങ്ങനെയൊന്നും നമ്മുടെ ശരീരം ഒന്നും ഇരിക്കൊന്നുമില്ല. പക്ഷെ എന്നാലും ബോഡി ഒന്ന് വെയിറ്റ് കുറച്ച് അങ്ങനത്തെ രീതിയിലേക്ക് ആക്കാൻ ഞാൻ ശ്രമിച്ചു, അതേ ഉള്ളൂ.